ഖത്തറിൽ നടന്ന ഫിഫ അറബ് കപ്പിൽ മികച്ച വളണ്ടിയർ സേവനത്തിനുള്ള പുരസ്കാരം ലഭിച്ചവരിൽ 2 മലയാളികളുമുണ്ട്. മലയാളികളുടെ അഭിമാനം ലോകവേദിയിൽ വാനോളം ഉയർത്തിയ 2 പേരുടെ കഥയുമായി ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരും. ഈയിടെ അവസാനിച്ച ഫിഫ അറബ് കപ്പിൽ മികച്ച വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 2 മലയാളികൾ കൂടിയുണ്ട്. ഒന്ന് കാസർഗോട്ടുകാരനായിട്ടുള്ള സിദ്ദിഖ്, മറ്റൊന്ന് റിയാദ് ഭായ് അല്ലേ, ചാവക്കാട് അല്ലേ. എങ്ങനെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ഫിഫയുടെ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ 2022 വേൾഡ് കപ്പിൽ അതുപോലെ തന്നെ ഏഷ്യ കപ്പിലും വോളണ്ടിയറായിട്ട് സേവനം അനുഷ്ഠിച്ചതിന് പേരിൽ നമുക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ആയിരുന്നു. പിന്നെ അതിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും അതും അതിൻ്റേതായ ആ ഒരു ഇതിൽ നമ്മൾ പോയി. 4000 ആളുകളുണ്ടായിരുന്നു ടോട്ടൽ. അതെ, 4000 ആൾക്കാരായിരുന്നു വോളണ്ടിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഫിഫ അറബ് കപ്പിന് 3000, 1500, പിന്നെ അണ്ടർ 17 600 പേര്. ഞാൻ അണ്ടർ 17 വിഭാഗത്തിലുണ്ടായിരുന്നത്. ആൻറ്റി ഡോപ്പിംഗ് ആയിരുന്നു എൻ്റെ ഇത്. നല്ലൊരു അനുഭവമായിരുന്നു. റിയാദ് പറഞ്ഞ പോലെ തന്നെ അതിന് മുമ്പ് ഫിഫ അറബ് കപ്പ് 2021, പിന്നെ AFC ഫിഫ വേൾഡ് കപ്പ്, പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കുറേ മത്സരങ്ങളും അതേപോലെ അന്തർദേശീയ കുറേ മത്സരത്തിലും പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇതിലും ചേരാൻ പറ്റി. ടോട്ടൽ എത്ര അവാർഡ് ഉണ്ടായിരുന്നു? ടോട്ടൽ 14 പേരാണ് ഇവർ സെലക്ട് ചെയ്തത് റെപ്രസെൻറ്റേറ്റീവ് വോളണ്ടിയറായിട്ട്. അതിൽ ഇന്ത്യൻസ് ആയിട്ട് അല്ലെങ്കിൽ മലയാളിയായിട്ട് ഞങ്ങൾ 2 പേർ തന്നെ ഉണ്ടായിരുന്നത്. വേറെ ഇന്ത്യക്കാരൊന്നും ഉണ്ടായിരുന്നു? ഇല്ല, വേറെ ഇന്ത്യക്കാരില്ലായിരുന്നു. പിന്നെ ഇതിൽ വെച്ചാൽ 4000 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 1000-ഓളം മലയാളീസ് ഉണ്ടാവും. നമ്മളൊരു മലയാളിയുടെ ഒരു സംഘടന ഉണ്ട്, QMV എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ മുകളിൽ എല്ലാത്തിനും കിട്ടും. ഒരുപാട് ഇവൻറ്റ്സ് ഇവിടെ ചെയ്യാൻ പറ്റി. ഇതിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2022 വേൾഡ് കപ്പ് വരുന്നു, അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം നമ്മുടെ നാട്ടിലായി കഴിഞ്ഞാലും നമുക്ക് ഇത്രയും വലിയൊരു ഈവൻറ്റിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു സംഭവമായി. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നു, നമ്മൾ അത് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ പങ്കെടുക്കാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ഫിഫേൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വോളണ്ടിയർ എന്ന് പറയുമ്പോൾ അതിനൊരുപാട് ഡിസിപ്ലിൻ വേണം. പിന്നെ അതുപോലെ നിങ്ങളുടെ എന്താ പറയുക ട്രെയിനിങ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയായിരുന്നു? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 ട്രെയിനിങ്ങുകളുണ്ട്. ഒന്ന് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് വെന്യൂ സ്പെസിഫിക് ട്രെയിനിങ്, ആ വെന്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ നമുക്കൊരു കോഴ്സ് ഉണ്ടാവും, ഒരു 3-4 കോഴ്സുകൾ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, നമ്മൾ ഓരോ ഇതിലേക്ക് ആക്കിയിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയുക, ഓരോ തരം തിരിച്ചിട്ടുണ്ടാവും, ഓരോ കാറ്റഗറീസായിട്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് മീഡിയ വോളണ്ടിയേഴ്സ് ആയിട്ടായിരുന്നു. മീഡിയയിൽ ഇപ്പോൾ അറബ് കപ്പിലാണെന്നുണ്ടെങ്കിൽ മീഡിയ ട്രെയിനിങ് സൈറ്റ് മീഡിയ വോളണ്ടിയർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിനെ നമുക്ക് നേരിട്ട് കാണാം. അവരായിട്ട് മീഡിയയിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ മിഡ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലം അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു ഒരു മിക്സ് സോൺ ട്രെയിനിങ് സൈറ്റിൽ. ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഫിഫയുടെ ഫസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ ഒരു ഈവൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സ് പ്ലെയേഴ്സ് നമ്മൾ അടുത്തുണ്ടാവും. അത് നല്ലൊരു അനുഭവമാണ്. എത്ര കാലമായി വോളണ്ടിയർ പരിപാടി? വോളണ്ടിയറിങ് ചെയ്യാൻ വെച്ചാൽ ഏകദേശം 2017 തൊട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ ഇവൻ്റ് വെച്ചാൽ 2021 ഫിഫ അറബ് കപ്പ് തൊട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ തന്നെ ടേബിൾ ടെന്നീസ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വേൾഡ് ജിംനാസ്റ്റിക്, അതുപോലത്തെ കുറേ ഇവൻറ്റ്സ്, മറ്റേ ഫുട്ബോൾ അല്ലാത്ത. പിന്നെ ഏറ്റവും എൻ്റെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുത്തിച്ചാൽ ഫിഫ പൈനിയറായിട്ട് കിട്ടീന് 2022 വേൾഡ് കപ്പിന്. അതിൽ ചാൻസ് കിട്ടിയ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത് ചെയ്ത് പിന്നെ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 500 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ പൈനിയറായിട്ട്. എന്നുവെച്ചാൽ ഈ 15,000-ഓളം വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അതിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ വേൾഡ് കപ്പിൽ ഞാൻ സ്പെക്ടേറ്റർ സർവീസ് ആയിരുന്നു. 20ഓളം മാച്ച് നേരിട്ട് കണ്ട് എല്ലാ, അതിൽ അർജൻറ്റീന, ബ്രസീൽ, പിന്നെ എൻ്റെ സ്വപ്ന ടീമായ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ കളിയും കാണാൻ പറ്റി. മേഖലയിൽ കടന്നവർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഏറ്റവും സോഷ്യൽ മീഡിയയിലാണ് ഇതെല്ലാം അനൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഏതാണോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആ ഒരു വോളണ്ടിയർഷിപ്പ് അതെടുക്കുന്നത് നല്ലൊരു അനുഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും അവരുമായി വേദികൾ പങ്കിടാനും ഒരു അവസരം ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ ഖത്തറിലായതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ശരിക്കും അല്ലേ? ഈ ഖത്തറിൽ നമുക്ക് തരുന്ന ഒരു ചാൻസ് അത് വേറെ എവിടെയും കിട്ടിയെന്ന് വരില്ല. ഇത് ഒന്ന് ചെറിയൊരു കൺട്രിയാണ്. പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യൻസായിട്ട്, പാകിസ്ഥാനായിട്ട്, ബംഗ്ലാദേശ്, എല്ലാവർക്കും ഇവർ നല്ലൊരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അതെന്ത് പറഞ്ഞാലും അംഗീകരിച്ചേ പറ്റി ഇവർക്ക്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന ദോഹ എക്സ്പോ, ഇതിൽ ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് എടുത്ത അവാർഡ് എനിക്ക് തന്നെ കിട്ടിയത്. 130 ഷിഫ്റ്റാണ് എടുത്തത്. പിന്നെ എല്ലാത്തിലും വേൾഡ് കപ്പിലാണ് ഇവരെ നമുക്ക് പുറത്ത് രാജ്യങ്ങൾക്ക് ഇവർ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അല്ല, ഈ രാജ്യം തുറന്നു തരുന്ന അവസരം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു അതിർത്തി ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരുപാട് അവസരങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ പോലും നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ രാജ്യങ്ങളോ അതുപോലെ തന്നെ വേറെ ഒന്നും ഒരു കൺസേൺ ഇല്ല. അവർ ജസ്റ്റ് എ ഹ്യൂമൻ ബീങ് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ്. ആരാണോ താല്പര്യമുള്ളത്, ആര് ഇതാക്കി കഴിഞ്ഞാലും അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത് അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ അവർ തിരഞ്ഞെടുത്ത് അതിൽ പ്രസൻസ് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. ഏതായാലും 2 മലയാളികൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫിഫയിൽ നമുക്കുണ്ടടാ പിടി എന്നൊക്കെ പറയുന്ന പോലെ ലോകത്തുടനീളമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്.